മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു കലാഭവൻ നവാസും ഭാര്യയായ രഹനയും. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഹൃദയാഘാതത്തെ തുടർന്ന് നവാസ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കടുത്ത മാനസിക പ്രയാസങ്ങളിലൂടെയാണ് രഹന കടന്നുപോയത്. തന്റെ ഭർത്താവില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ഒരിക്കൽ പോലും രഹന സ്വപ്നം കണ്ടതേയില്ലായിരുന്നു. തന്റെ ഭർത്താവില്ലെങ്കിൽ ഈ ലോകത്ത് തനിക്ക് ജീവിച്ചിരിക്കാൻ താല്പര്യമില്ല എന്നുവരെ രഹന പറഞ്ഞിട്ടുമുണ്ട്. ഭർത്താവിന്റെ മരണത്തിന് ശേഷം മക്കൾക്ക് വേണ്ടി ജീവിതം വീണ്ടും പടുത്തുയർത്തുകയായിരുന്നു നടി രഹന. എന്നാൽ ഇപ്പോഴത്തെ രഹനയുടെ ഒരു സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പുറത്തു വന്നത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രേക്ഷകർക്കിടയിലേക്ക് നവാസിന്റെ കുടുംബത്തിൽ നിന്നും ഇങ്ങനെയൊരു സന്തോഷം പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞേ മതിയാകൂ. നടി സംയുക്തയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് പിന്നാലെയാണ് രഹനയുടെ ഈ സന്തോഷം മലയാളികളെല്ലാവരും ഏറ്റെടുത്തത്. നടി രഹന ഇപ്പോൾ ഒരു പുതിയ തുടക്കത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് ആരാധകരെല്ലാവരും ഏറ്റെടുത്ത് ആശംസകൾ അറിയിച്ചും എത്തിയത്. രഹന പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് രഹന. രഹന തന്നെയാണ് ഇതിന്റെ ഓണറും. രഹനാസ് ഡിസൈൻസ് എന്നാണ് ഈ ഒരു പദ്ധതിക്ക് അവർ പേരും നൽകിയിട്ടുള്ളത്. 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ക്ലാസ്. 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. സ്റ്റെപ്പ് ബൈ ആയിട്ട് ഓരോന്നും പഠിപ്പിച്ചു നൽകും. ഈ വെക്കേഷൻ സമയത്ത് മുതിർന്നവർക്കും കുട്ടികൾക്കും എൻഗേജിംഗ് ആയിട്ട് ഇരിക്കാൻ കൂടെ കഴിയുന്ന ഒരു തുടക്കം തന്നെയായിരിക്കും ഇത്. പ്രത്യേക ചാറ്റ് ഗ്രൂപ്പുകളും രഹന ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയും ഹാൻഡ് എംബ്രോയിഡറി ക്ലാസുകൾക്ക് വേണ്ടിയുള്ളതാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് ഹാൻഡ് എംബ്രോയിഡറി ബേസിക് മുതൽ പഠിച്ചെടുക്കാൻ കഴിയും. രഹന തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് സംയുക്തയും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത്. രഹന ഒരു പുതിയ തുടക്കത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഇത് പങ്കുവെച്ചുകൊണ്ടും എത്തിയത്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് രഹനയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. ഭർത്താവിന്റെ മരണത്തിന് ശേഷം രഹനയെ അങ്ങനെ പൊതുവേദികളിലൊന്നും കണ്ടിട്ടേയില്ലായിരുന്നു. ആ സമയത്ത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖം തന്നെയായിരുന്നു രഹനയെ കാണാതായതോടെ. എന്നാൽ ഭർത്താവിന്റെ പ്രകമ്പനം എന്ന സിനിമ പുറത്തിറങ്ങിയ സമയത്ത് അത് കാണാൻ വേണ്ടി രഹന എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് രഹനയുടെ ഓരോ വാർത്തകളും ആരാധകരെല്ലാവരും വീണ്ടും ഏറ്റെടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതാ സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുകയാണ് രഹന. അതുതന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരും ഏറ്റെടുത്തത്. നിരവധി പേരാണ് രഹനയ്ക്കും മക്കൾക്കും ആശംസകൾ അറിയിച്ചും എത്തിയത്.